പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, പെന്തക്കോസ്താ തിരുനാൾ ഇന്ന് തിരുസഭ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പെൻഡ എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം. 50 പെന്തക്കോസ്റ്റ് 50-ാം ദിവസം എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥമുള്ളത്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് 50-ാം ദിവസം ഹോറബ് മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി ചെയ്യുകയും അവർക്ക് 10 കൽപ്പനകൾ നൽകുകയും ചെയ്തത് 50-ാം ദിവസമാണ്. അത് യഹൂദരുടെ ഒരു ആചാരമാണ്. 50-ാം ദിവസം അവർ തിരുനാളായി, അതായത് ദൈവം വെളിപ്പെടുത്തുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്ത തിരുനാൾ. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ച് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണാനന്തരം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് പഠിപ്പിച്ച് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം 10-ാം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യസമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി ഇറങ്ങി വന്നതിൻ്റെ ആഘോഷവും അനുസ്മരണവും പ്രാർത്ഥനയുമാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും യേശുവിന് സാക്ഷികളാകുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് പെന്തക്കോസ്താ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നത്. നമ്മളെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ശിരസിനോട് ഗാഢബന്ധം പുലർത്തി പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന ശിരസിനോട് ഗാഢബന്ധം പുലർത്തി ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അനേകം ആത്മാക്കളെ നേടിയിട്ട് നമ്മളും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവില്ലാതെ പഴയ നിയമകാലത്ത് ജനം ഒരു വലിയ ഗോപുരം പണിതു ബാബേൽ എന്ന ദേശത്ത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ദൈവത്തോളം ഉയരുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ്റെ ഭാഷകൾ ചിഹ്നിച്ചു, മനുഷ്യനെ ചിതറിച്ചു. ഭൂതലമാകെ മനുഷ്യനെ ദൈവം ചിതറിച്ചു എന്നാണ് ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ്ലിഹ 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഏകദേശം 16ഓളം ഭാഷക്കാരാണ് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നത്. അവരെല്ലാവരും താന്താങ്ങളുടെ ഭാഷയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസമില്ലാത്ത, സ്കൂളിൽ പോയിട്ടില്ലാത്ത പത്രോസ്ലിഹ പ്രസംഗിക്കുമ്പോൾ 16ഓളം ഭാഷക്കാർ അവരവരുടെ മാതൃഭാഷയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം തകർക്കുകയും അവരുടെ ഭാഷകൾ ഛിന്നഭിന്നമാക്കുകയും ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവരെ ലോകമെമ്പാടും ചിതറിക്കുകയും ചെയ്ത അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതാ മനുഷ്യരുടെ മേൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രവചനങ്ങൾ കേൾക്കുവാൻ തടിച്ചുകൂടിയ സകല ജനതകളും അവരവരുടെ മാതൃഭാഷയിൽ കേട്ടുകൊണ്ടാണിരിക്കുന്നത്. പത്രോസ്ലിഹായുടെ പ്രസംഗം. നമ്മളെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ 16:13 പറയുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. 14:26 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. വെളിപാട് 2:7 നമ്മളെ കാണുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്കെല്ലാം വെളിപ്പെടുത്തി തരുന്നവനാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നവനാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ വ്യക്തികളെയും അനുദിനം വിളിച്ചുകൊണ്ടാണിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിൽ വന്ന് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചവ നമ്മെ അനുസ്മരിപ്പിക്കുകയും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രതികൂലങ്ങളെ അതിജീവിക്കാനും പ്രതികൂലങ്ങളിൽ ശക്തി പ്രാപിക്കുവാനും ശക്തി തരുന്ന ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, മറിച്ച് ശക്തിയുടെ ആത്മാവ്. ബാബേൽ ഗോപുരം തകർക്കപ്പെടുകയും അവരുടെ ഭാഷകൾ ഛിന്നഭിന്നമാക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്ത കുടുംബങ്ങളിൽ അവർ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യ പറയുന്നത് ഭർത്താവിനും, ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്കും മനസ്സിലാവുന്നില്ല. മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാവുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നില്ല.
തെറ്റായ ധാരണകൾ, വിഭാഗീയ ചിന്തകൾ എല്ലാം പൈശാചിക പ്രലോഭനങ്ങളും പ്രബോധനങ്ങളുമാണ് ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ അവിടെ ഐക്യമുണ്ടാകും, പരസ്നേഹമുണ്ടാകും, പരസ്നേഹ പ്രവർത്തനങ്ങളുണ്ടാകും, ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കും, സമാധാനത്തിൽ കുടുംബങ്ങൾ സന്തോഷത്തിലും ആനന്ദത്തിലും ജീവിക്കുവാനുള്ള വലിയ ദൈവാനുഭവവും ദൈവാനുഗ്രഹവും നമുക്ക് ലഭിക്കും. അപ്പോൾ സഹോദരങ്ങളെ, കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങളിൽ നിന്ന് അകറ്റപ്പെടുമ്പോൾ നിങ്ങൾക്ക് സഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരുന്ന സകല ജനതകളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തിലും സമാധാനത്തിലും സമൃദ്ധിയിലും ഈ ഭൂമിയിൽ ജീവിച്ച അനേകം വിശുദ്ധരുടെ മാതൃകകൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ മറ്റൊരു സഹായകനായി നൽകിയത് നമുക്ക് ശക്തി പകരുവാൻ വേണ്ടിയാണ്. എഫേസ്യോസ് 3:16 നമ്മൾ കാണുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പത്രോസ്ലീഹായുടെ 2 ലേഖനം 1:21 നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവചിക്കുന്നുണ്ട്. അതായത് ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കണം, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവും നമ്മിലൂടെ പ്രവചിക്കുന്നത് സകല മനുഷ്യരുടെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവചിക്കുന്നു എന്ന്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെയായിരിക്കും പ്രവചനങ്ങൾ നമ്മുടെ അധരങ്ങളിലൂടെ കടന്നു വരുന്നത്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ അധരങ്ങളിലൂടെ അനേകം ആത്മാക്കൾ ഇന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ടാണിരിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മിലൂടെ പ്രവചിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. റോമ 8:26 പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സൗറലെ, എല്ലാമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സന്തോഷം കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്, 1 തെസ്സലോനിക്ക 1:6 നമ്മൾ കാണുകയാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ആത്മാവാണ്. അപ്പോൾ നമ്മുടെ ദുഃഖത്തിലേക്കോ നിരാശയിലേക്കോ തള്ളിവിടുന്ന ഒരു ആത്മാവല്ല, മറിച്ച് സന്തോഷവും സമാധാനവും അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലന്മാരാണ് അപ്പസ്തോല പ്രവർത്തനം 5:40-41 തിരുവചനങ്ങളിൽ കാണുന്നത്. സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും അകത്ത് വിളിച്ച് പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും ചാട്ട കൊണ്ടടിച്ച് അതിനുശേഷം ഭീഷണിപ്പെടുത്തി യേശുവിൻ്റെ നാമം ഉച്ചരിച്ചു പോകരുത് എന്ന് പറഞ്ഞ് വിട്ടയച്ചു. എന്നാൽ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയത് വലിയ സന്തോഷത്തോടു കൂടിയാണ്. കാരണം യേശുവിൻ്റെ നാമത്തിൽ അവമാനം സ്വീകരിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവർ പുറത്തുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്തോഷം കൊണ്ടുവരുന്ന ആത്മാവാണ്. ഏത് പ്രതികൂലങ്ങളിലും വേദനകളിലും നമുക്ക് സന്തോഷം നൽകുന്ന ആത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും ദൈവം നൽകുന്ന സന്തോഷത്തിലും സമാധാനത്തിലും നിറയുന്നതിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മെ സന്തോഷം നൽകുമ്പോഴാണ് ജീവിതത്തിൽ വന്നിട്ടുള്ള വേദനകളും ദുഃഖങ്ങളുമെല്ലാം പാടെ മറന്നു പോകുന്നത്. നിലത്ത് വീണ വെള്ളം ഭൂമിയിൽ വറ്റിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും വേദനകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് അറിയുവാൻ പറ്റും. സോളെ, കർത്താവ് പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയുവാനായിട്ട് നമുക്ക് തുടർന്നും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒരു ദിവസം പരിശുദ്ധാത്മാവിനെ ലഭിച്ചതുകൊണ്ട് അപ്പസ്തോലന്മാരാരും പ്രാർത്ഥന അവസാനിപ്പിച്ചില്ല, മറിച്ച് അവർ പ്രാർത്ഥനയിൽ തന്നെ തുടരുകയാണ്. അപ്പോഴാണ് സഹോദരങ്ങളെ, മരണം വരെ അവർക്ക് യേശുവിന് സാക്ഷിയാകുവാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിച്ചത്. കർത്താവ് അപ്പസ്തോലന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. എന്നാൽ പരിശുദ്ധാത്മാവാണ് സാക്ഷ്യം നൽകുന്നത്.
യോഹന്നാൻ 15-ാം അധ്യായം 26-27 തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തും. നിങ്ങളും സാക്ഷ്യപ്പെടുത്തും, കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾ എനിക്ക് സാക്ഷ്യം നൽകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ഇഹലോകത്തിൽ ജീവിച്ചപ്പോൾ യേശുവിൻ്റെ കൂടെ വസിച്ചവരല്ല. ഇന്ന് നമ്മൾ യേശുവിന് വേണ്ടി സാക്ഷികളാവണമെങ്കിൽ നമുക്ക് യേശുവിന് സാക്ഷ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോഴാണ് ഭാര്യയുടെ ഭാഷ ഭർത്താവിന് മനസ്സിലാവുന്നത്, ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നത്, മക്കൾക്ക് മാതാപിതാക്കളുടെ ഭാഷ മനസ്സിലാവുന്നത്, കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നത്, യേശുവിൻ്റെ സഭയാകുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായ നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ശിരസ്സായി അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കുന്ന പൂർണ്ണതയിലേക്ക് നമുക്ക് കടന്നു വരാം. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് യോഹന്നാൻ 16:13 നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാനുള്ള വലിയൊരു ആഹ്വാനമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമന ദിവസമായ പെന്തക്കോസ്താ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇന്ന് ആഗോള സഭ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ആവർത്തിച്ച് ഏറ്റുചൊല്ലുകയും ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുകയും അനേകം ജനതകളെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ, ഈ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ മറ്റുള്ളവരോട് പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം നൽകുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് സമ്പന്നരായി അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ, നമ്മുടെ ആത്മാക്കൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും തിന്മയിൽ അകറ്റി നിർത്തി നേരായ മാർഗങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ നമുക്കെല്ലാവർക്കും നിറയാം. സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവിനാൽ നിറയുന്നതിനായി നമുക്ക് ആഗ്രഹിക്കാം. ഈ പെന്തക്കോസ്താ ദിവസത്തിൽ ലോകമെമ്പാടും പ്രാർത്ഥിച്ചിരുന്ന ദൈവജനത്തോടൊപ്പം നമ്മുടെ ആഗ്രഹങ്ങളും സമർപ്പിച്ച് ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് ആവർത്തിച്ചു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളിലുള്ള കുറവുകളിലേക്ക് അങ്ങയുടെ കൃപ സമൃദ്ധമായി വർഷിക്കണമേ, ഞങ്ങളിലൂടെ അവിടുന്ന് പ്രവചിക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയട്ടെ. അങ്ങനെ ഈ ലോകത്തിലെ സകല മ്ലേച്ഛതകളെയും പരാജയപ്പെടുത്താൻ, വിശുദ്ധിയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളർത്തുവാൻ, അനേകം ആത്മാക്കളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഞങ്ങളും രക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ യേശു സ്വീകരിച്ച് യേശുവിലൂടെ അങ്ങയുടെ ആത്മാവിനെ ലോകത്തിന് വർഷിക്കുന്നു. ഈശോയെ, കർത്താവിൻ്റെ ആത്മാവ് ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും ഈ ആത്മാവിനാൽ നിറഞ്ഞ് യേശുവിന് വേണ്ടി പ്രവചിക്കുവാൻ, യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ മേൽ കടന്നു വരട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും നൽകി അനുഗ്രഹിക്കണമേ. രോഗശാന്തി വരങ്ങൾ നൽകണമേ. തിന്മയെ ചെറുക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമേ. തിന്മയുടെ സ്വാധീനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, വിവേചിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകണമേ. സകല തിന്മകളെയും പൈശാചിക ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുവാൻ വേണ്ട ശക്തിയും വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥരെയും ഇപ്പോൾ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പെന്തക്കോസ്താ തിരുനാളിൻ്റെ ദിനത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർ അവിടെ നരളി ചെയ്തല്ലോ, ദാഹിക്കുന്നവൻ വരട്ടെ, ജീവജലം സൗജന്യമായി കുടിക്കട്ടെ എന്ന്. കർത്താവായ ഈശോയെ, ഈ പരിശുദ്ധാത്മാവിനെ സൗജന്യമായി സ്വീകരിച്ച് ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പുതിയ ജീവൻ പ്രാപിക്കുവാനും, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് അരുളി ചെയ്തതുപോലെ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയായിക്കൊണ്ട് അനേകം ആത്മാക്കളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റാൻ വേണ്ട കരുത്തും ശക്തിയും വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അങ്ങനെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട്, ദൈവരാജ്യ വിസ്തൃതിക്കായിട്ട് നമുക്കും അധ്വാനിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് യുദ്ധം ചെയ്യാം, ഒന്നിച്ച് അധ്വാനിക്കാം, ഒന്നിച്ച് തിന്മകളെ ചെറുക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിശാചിനെയും അവൻ്റെ ആർഭാടങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ
പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.